PSC ആസ്പിരൻസ് കലയും സാഹിത്യവും പഠിക്കാം. PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തുള്ള വീഡിയോ ആണ് 2024 ഏപ്രിലിലെ PSC ബുള്ളറ്റിൻ. PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ PSC ബുള്ളറ്റിൻ എന്ന പ്ലേലിസ്റ്റ് നോക്കുക. അതിൽ എല്ലാ വീഡിയോസും ഉണ്ട്, കാണാം. മാനസികമായ അടിമത്തം ആരുടെ രചനയാണ്? തായാട്ട് ശങ്കരൻ. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് ആരെയാണ്? കുമാരനാശാനെ. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അപ്രകാശിത നോവൽ അൺടിൽ ഓഗസ്റ്റ്. ക്യാൻസർ രോഗത്തിൻ്റെ ചരിത്രവും അത് മനുഷ്യജീവിതത്തിൽ വരുത്തുന്ന ഭയാനകമായ പരിണാമങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജിയുടെ പുസ്തകം ഏതാണ്? ദി എംപറർ ഓഫ് മാൽഡീസ്. വാമൊഴി ചരിത്രം എന്ന വൈജ്ഞാനിക ശാഖയിലെ ആദ്യ പേരുകാരിൽ ഒരാൾ. വാമൊഴി ചരിത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഫെൻ വുമൺ. ദി ലൈ, ദ ഫൊർഗട്ടൺ, ദ ഹിഡൻ എന്നിവ പ്രധാന നോവലുകളാണ്. ഓക്സ്ഫോർഡിലെ ബ്രൂക്ക് സർവകലാശാലയിൽ പ്രൊഫസർ എമിറേറ്റ്സ്. കരീബിയൻ കുടിയേറ്റ ഗവേഷണ മേഖലയിൽ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ആരാണ് നോവലിസ്റ്റും ചരിത്രകാരിയുമായ ഈ വനിത? മേരി ചേംബർലൈൻ. ഹരിഹർ ക്ഷേത്ര മേള എന്നു പേരിൽ കൂടി അറിയപ്പെടുന്ന ബീഹാറിലെ പ്രശസ്ത കന്നുകാലി മേള ഏതാണ്? സോനേപൂർ മേള. സരസ്വതി സമ്മാൻ നേടിയ ആദ്യത്തെ മലയാളി ബാലാമണിയമ്മ. ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്? നൈവേദ്യം. ഒരു നൂറ്റാണ്ട് മുമ്പാണ് ബെർണാഡ് ഷാ അന്നത്തെ ആൺപെൺ ബന്ധത്തെപ്പറ്റി നാടകം രചിച്ചത്. സ്ത്രീലമ്പടനായ ചാർട്ടേറിസ്, അയാളുടെ കാമുകിയായ ജൂലിയ, അയാളുടെ പുതിയ പ്രണയിനി ഗ്രേസ് എന്നിവരൊക്കെ കഥാപാത്രമാകുന്ന ഈ നാടകം ഏതാണ്? ഫിലാൻഡറർ. അടുത്ത ചോദ്യം നോക്കാം. ക്യാൻസർ രോഗികളുടെയും തലസീമിയ ബാധിച്ച കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ സംഗീതത്തിലൂടെയും ചികിത്സയിലൂടെയും ആശ്വാസം പകരുന്നതിനു വേണ്ടി 17 വർഷമായി ഗസാന എന്ന ഗസൽ ഫെസ്റ്റിവൽ നടത്തിയിരുന്ന ഈ വിശ്രുത ഗസൽ ഗായകൻ ഈയിടെ അന്തരിച്ചു. ആരാണ് ഈ ഗസൽ ഗായകൻ? പങ്കജ് ഉധാസ്. ഷാൻഹായ് അന്തർദേശീയ ചലച്ചിത്ര മേളയിൽ മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബറ്റ് പുരസ്കാരം നേടിയത് ഏത് ചലച്ചിത്രമാണ്? വേൽമരങ്ങൾ. ബർത്ത് ഓഫ് എ നേഷൻ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ CW ഗ്രിഫിത്ത്. ആദ്യത്തെ ആനിമേറ്റഡ് കാർട്ടൂൺ സിനിമ ഏതാണ്? ഹ്യൂമറസ് ഫേസസ് ഓഫ് ഫണ്ണി ഫേസസ്. ദ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് ആരുടെ രചനയാണ്? ഒരാൻ പാമുക്. രാജസ്ഥാനിലെ താർ മരുഭൂമിയോട് ചേർന്നുള്ള വടക്ക് കിഴക്കൻ ജില്ലകളിലാണ് ഈ ചിത്രരചന രൂപം കൊണ്ടത്. ഭിത്തിയിൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളായിരുന്നു ആദ്യകാല രചനകൾ. 17-ാം നൂറ്റാണ്ടിൽ വ്യാപകമായി പ്രചാരം നേടിയ ഈ ചിത്രങ്ങളുടെ വികാസം പൂർത്തിയാകുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. ഏതാണ് ഈ ചിത്രകല? ഷെഖാവതി. മലയാളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ രചിച്ച ഒരേ ഒരു നാടകമാണ് ഗോപുരനടയിൽ എന്നത്. ആരാണ് ഈ എഴുത്തുകാരൻ? MT വാസുദേവൻ നായർ. അമേരിക്കൻ കവി സിൽവിയ പ്ലാത്ത് എഴുതിയ ഏക നോവൽ ഏതാണ്? ദ ബെൽ ജാർ. മധ്യപ്രദേശിലെ പരമ്പരാഗത ചിത്രകലാ രീതി വ്യാപകമായി പ്രചാരവും പ്രയോഗങ്ങളും നിലനിന്നിരുന്നത് ഗ്വാളിയോറിലായിരുന്നു. ജാതിമത ചിന്തകളെ അകറ്റി നിർത്തിയിരുന്ന ഈ ചിത്രകലാ ശാഖ സമുദായ നിരപേക്ഷമായി നിയന്ത്രണങ്ങളില്ലാതെ വളർന്നു വന്നു. ഏതാണ് ഈ ചിത്രകലാ ശാഖ? ചിത്രാവൻ. ബെൽഷസാർസ് ഫീറ്റ്സ് എന്ന പ്രശസ്ത ചിത്രം വരച്ച ഡച്ചുകാരൻ ആരാണ്? റെംബ്രാൻഡ്. പുസ്തകങ്ങളിൽ ചേർക്കുന്ന ISBNൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പേഴ്സ്. അലക്സി പെഷ്കോവ് ലോക പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനാണ്. കുട്ടിക്കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളെ ഓർമ്മിക്കാൻ കയ്പുള്ളത് എന്നർത്ഥമുള്ള ഒരു തൂലികാ നാമം അദ്ദേഹം സ്വീകരിച്ചു. ആ തൂലികാ നാമം ഏതാണ്? മാക്സിം ഗോർക്കി. പ്രശസ്ത ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ് തൻ്റെ ക്ലാൻഡസ്റ്റൈൻ ഇൻ ചിലി എന്ന രചന നടത്തിയത് ഒരു പ്രമുഖ സംവിധായകൻ്റെ ഒളിജീവിതത്തിലെ ചലച്ചിത്ര സംരംഭത്തെ പറ്റിയാണ്. സംവിധായകൻ ആരാണ്? മിഗ്വൽ ലിറ്റിൽ. വിഭജനകാലത്തെ സാധാരണ മനുഷ്യരുടെ പലായനവും കഷ്ടപ്പാടുകളും രേഖപ്പെടുത്തിയ ഉർവശി ബൂട്ടാലിയയുടെ അപൂർവ രചന ഏതാണ്? മൗനത്തിൻ്റെ മറുപുറം, ദ അതർ സൈഡ് ഓഫ് സൈലൻസ്. ജർമ്മനിയിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് താമസിച്ച ലോസ് ഏഞ്ചൽസിലെ സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം എഴുത്തിനെ സാരമായി സ്വാധീനിച്ചു. അമേരിക്കയിലെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ജീവിതമാണ് രചനകൾക്ക് ആധാരം. FBI നോട്ടപ്പുള്ളിയായിരുന്ന ഇദ്ദേഹം 50ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരാണ് ഈ എഴുത്തുകാരൻ? ചാൾസ് ബുക്കൌസ്കി. അടുത്ത ചോദ്യം നോക്കാം. ആംഗ്ലിക്കൻ പാതിരിയാവാൻ പഠിച്ച ഇദ്ദേഹം ലോകത്തെ പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനായിട്ട് മാറി. ബീഗിൾ എന്ന കപ്പലിൽ നടത്തിയ യാത്രയിലാണ് എഴുതിയ കുറിപ്പുകളുടെ പ്രസിദ്ധീകരണം ഇദ്ദേഹത്തെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ജനസമ്മതനാക്കി. പ്രകൃതിയിലെ വൈവിധ്യത്തിൻ്റെ ഏറ്റവും സ്വീകാര്യമായ ശാസ്ത്രീയ വിശദീകരണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ രചനകൾ. ജീവിവർഗങ്ങളുടെ ഉൽപ്പത്തി, മനുഷ്യൻ്റെ ഉത്ഭവവും ലൈംഗിക നിർദ്ധാരണവും, മനുഷ്യനിലെയും മൃഗങ്ങളിലെയും വികാര പ്രകടനങ്ങൾ എന്നിവയാണ് പ്രധാന രചനകൾ. ആരാണ് ഇദ്ദേഹം? ചാൾസ് ഡാർവിൻ.
2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഓൾ ദ ലൈഫ്സ് വി നെവർ ലീവ്ഡ് എഴുതിയത് അനുരാധ റോയ്. അപ്പോൾ ഇതാണ് 2024 ഏപ്രിൽ 15 ലക്കത്തിലെ കലയും സാഹിത്യവും. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.